ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീത്തസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഡിഷ് വഴിയാണ് കേട്ടോ. കുപ്പച്ചീരത്തോരൻ. കുപ്പച്ചീര നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവർ കാണും, കേൾക്കാത്തവരും കാണും. നമ്മുടെ തൊടിയിലും പറമ്പിലൊക്കെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും അറിയത്തില്ല ഇത് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നതാണോ എന്ന്. പലരും ഇത് പറിച്ച് കളയാറാണ് പതിവ്. പക്ഷെ ഞങ്ങൾ എവിടെയൊക്കെ എടുക്കാറുണ്ട്. ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇത്രയും കുപ്പച്ചീര കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ തോരത്തിനായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ പൂവ് നമ്മൾ എടുക്കില്ല, നമ്മൾ കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മളത് തോരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. പൂവിട്ടാൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുമായിരിക്കും. ഈ ഒരു പൂവിലാണ് ഇതിൻ്റെ വിത്തും ഉള്ളത്. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിന് ഈ പൂവെടുത്ത് കളഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ പൂവിൻ്റെ ആ ഒരു അംശം അതിൽ കാണും. ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചേക്കുവാണ്. ഇതാണ് നമ്മൾ തോരത്തിനുള്ള പരുവം. അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇത് ഈ ഒരു രീതിയിലാണ് നമ്മൾ അരിഞ്ഞ് വെക്കാനുള്ളത്. ഇതിൻ്റെ അരപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക്. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ 2 തന്നെ ധാരാളം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകരുത്. നമ്മൾ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. കടുകിട്ട് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന ടൈമിൽ ഞാനിതിൽ വേറൊരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ചേർത്ത് നോക്കൂ, അത് ഇഷ്ടപ്പെടും. ഉഴുന്ന് പരിപ്പ് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് വരുന്ന ആ ഒരു ടൈമിൽ ഒരു മണമൊക്കെ വരുന്നത് അത് ഇതിന് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്ന് തോരത്തിലൊക്കെ ഇടുന്നത്. ഇടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മുടെ ആ ടേസ്റ്റിന് ഒരു നല്ല വ്യത്യാസം വരാൻ ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതിനുശേഷം 2 വറ്റൽമുളക് കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു കളർ മാറി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ആ ഒരു ചീര നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇടാവൂ, കാരണം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം ഇത് വാടി വരുന്ന സമയത്ത്, വഴണ്ട് വരുന്ന സമയത്ത് ഇത് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ആ ഒരു ക്വാണ്ടിറ്റി ഒരുപാട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുമ്പോൾ ഒരുപാട് കാണും. അതനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ ചിലപ്പോൾ ഇത് ഉപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു വഴണ്ട് വരുന്ന ഒരു ടൈമിൽ ഉപ്പിട്ട് കൊടുത്താൽ അതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്. ഈ ഒരു നന്നായിട്ട് വഴണ്ട് വരുന്ന ടൈമിലാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 1-2 മിനിറ്റുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് കുക്കായി വരും. ആ ഒരു സമയത്ത് അരപ്പും തോരനും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അതൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മളെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുപ്പച്ചീര ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ പറമ്പിലൊക്കെ കാണുമ്പോൾ നമുക്കിത് നിസ്സാരം പോലെ വേണ്ട, ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെന്ന് വിചാരിച്ച് നമ്മൾ പറിച്ച് കളയല്ലേ. ഇനി അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.